Hi, hello, wonderful people. And today it's time to meet someone who's very interesting. How interesting എന്ന് വെച്ചാൽ നമുക്കുള്ളത് ഒരു ജീവിതമാണ്. അതിൻ്റെ മനോഹാരിത എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യുമ്പോഴല്ലേ ലൈഫിനൊരു മീനിങ് ഉണ്ടാവുക. ബൈ പ്രൊഫഷൻ ഷീസ് എൻ എൻജിനീയർ. റൈറ്റ് നൗ ഷീസ് എ വെരി സക്സസ്ഫുൾ ഓൺടർപ്രണർ. തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാപനം അത് സ്ഥാപിക്കുക, അത് തൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല വിഷൻസിനെ നല്ല ഡ്രീംസിനെ റിയാലിറ്റി ആക്കി മാറ്റുക എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഐം ഷുവർ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും നല്ല ആകാംക്ഷ ഉണ്ടാവും ഈ ഒരു ജേർണിയെക്കുറിച്ച് അറിയുന്നതിനായി. സോ ടു വൈബ് വിത്ത് മീ ഹിയർ ഷീ ഈസ് ലെറ്റ് മീ വെൽക്കം മിസ് മറിയ ചെറിയാൻ, മാനേജിംഗ് ഡയറക്ടർ റവായ് ലേഡീസ് സലൂൺ. സോ വെൽക്കം മിസ്സസ് മറിയ ചെറിയാൻ. Thank you for calling me. ഓൾ റൈറ്റ്. എന്തായാലും വളരെ യങ് ഏജിൽ തന്നെ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ലൈഫിൽ ഒരുപാട് സർപ്രൈസസ്, ഒരുപാട് സർക്കംസ്റ്റാൻസസ് ഒക്കെ അതിജീവിച്ച് ടുഡേ ഹിയർ യു ആർ. 2 ബ്രാഞ്ചസ് റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ ദി എമിറേറ്റ് ഓഫ് ഷാർജ. ആൻഡ് പേര് തന്നെ വളരെ വ്യത്യസ്തമാണ് അല്ലേ, മറിയാസ് റവായ് ലേഡീസ് സലൂൺ. സോ ഈ ഒരു ജേർണി ഒരു ചുരുക്കത്തിൽ ഞങ്ങളുമായി ഒന്ന് പാട്ട് വെക്കോ? Of course, first of all, thank you for the wonderful words. അതായത് റവായ് ബ്യൂട്ടി സലൂൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാനൊരു എൻജിനീയർ ആണ്. അപ്പോൾ പറഞ്ഞല്ലോ, അപ്പം നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സലൂൺ ഓപ്പൺ ആക്കണം എന്നൊരു വിഷൻ എനിക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേർന്നതാണിത്. ഓക്കെ ഇപ്പോൾ അത് നമ്മുടെ ഡെസ്റ്റിനി അതിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്തു പോയിരുന്ന ഒരാളാണ്. അതിനുശേഷം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു. അപ്പം ഞാനത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ തുടക്കത്തിലേക്ക് നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു, ഒരുപാട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അറിയാലോ, നമ്മുടെ നാടല്ല, നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നൊരു ആ പ്ലാനിങ് നമ്മൾ പർപ്പസ്ഫുള്ളി അത് വർക്കൗട്ട് ചെയ്തപ്പോൾ അത് വണ്ടർഫുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്നുള്ളത്, അതിന് ഏറ്റവും കൂടുതൽ ഞാൻ താങ്ക്സ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിനാണ്. ദൈവം അതിനെ ഒരു വഴി നടത്തിയെന്ന് പറയും. പിന്നെ നമുക്ക് ഓഫ് കോഴ്സ് എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും നമ്മൾ മാത്രം ഡിസൈഡ് ചെയ്താലൊന്നും നടക്കത്തില്ല. അതിനൊരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ മോള്. ഹസ്ബൻഡ് എന്നോട് ഒക്കെ പറഞ്ഞില്ല, നമുക്ക് ഡ്രീംസ് ഉണ്ടാവും, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാണ്ട് നമുക്കൊന്നും പറ്റത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ആൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്തുണ്ടെങ്കിൽ ബാക്കി നിൻ്റെ കൂടെ ഞാനുണ്ട്. അപ്പം ആ ഉറപ്പ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ടാലൻറ്റ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അതേസമയം നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള ആളില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു ഘടകം തന്നെയാണ്. അതെ. പിന്നെ ആളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമുക്ക് പിന്നെ വൺസ് നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ സലൂൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായിട്ട് അത് 2 കാറ്റഗറി ഉണ്ടല്ലോ. ഐം ഷുവർ യു വുഡ് അഗ്രി, ഹെൽത്തി ആൻഡ് ഫിൽത്തി ഉണ്ട്. അതെ, രണ്ടിനെയും തരണം ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് എങ്ങനെ നന്നാക്കാം എന്ന് മാത്രമേ ഇപ്പോഴും മൈ ഫോക്കസ് ഇസ് ഓൺ. യെസ്, ഇന്നും ആണെങ്കിലും അന്നും ആണെങ്കിലും, അതായത് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ് എങ്ങനെ എനിക്ക് നന്നാക്കാം, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പം നമ്മൾ വേറൊരാൾ എന്ത് ചെയ്യണമെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റത്തില്ല. വേസ്റ്റിംഗ് യുവർ ടൈം. അപ്പം എന്നെ സംബന്ധിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഒബ്സ്റ്റക്കിൾസ്, നമുക്ക് എൻ്റെ കടയിൽ എങ്ങനെ എനിക്ക് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാം. അപ്പം ഞാൻ തുടങ്ങിയതൊരു കസ്റ്റമറായിട്ടാണ്. ഞാനിവിടെ വരുമ്പം ഞാനും സലൂണിൽ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നീഡ്സ് എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഫ്രം കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, ഒരു കസ്റ്റമർ എന്താഗ്രഹിക്കണു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ ഷോപ്പിലേക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് ഞാൻ എന്ത് സർവീസ് കൊടുക്കണമെന്ന് ആ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഞാൻ ചിന്തിക്കണ്ടേ. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ സ്റ്റാഫിനോടും എപ്പോഴും പറയുന്നൊരു കാര്യം അതാണ്, ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മളെ വിശ്വസിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ അവർ നമുക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സർവീസ് നമ്മൾ കൊടുക്കുക. നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ അടുത്തേക്ക് വരും. അത് ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പം ഞാൻ 24 hours നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നില്ല. അപ്പോൾ അതിലേറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, എന്ത് പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ സ്റ്റാഫ്സാണ്.
അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ സ്റ്റാഫിൽ എല്ലാ നാഷണാലിറ്റീസ് ഉണ്ട്. അതായത് ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്. മോസ്റ്റ്ലി ഇന്ത്യൻസും പാകിസ്ഥാനീസാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം അവർ ഇപ്പം ഒരു ഓണർ കം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറേ കൂടി എന്താ പറയുക, ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. സ്റ്റാഫ് കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന രീതി അത് ഒരുപാട് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് കസ്റ്റമേഴ്സ് അപ്രീഷിയേഷൻ തന്നൊരു കാര്യമാണ്. മനസ്സിലായോ? കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർ എന്നോട് പറയും മര്യാദ ഇല്ലെങ്കിലും സ്റ്റാഫ് എത്ര നന്നായിട്ടാണ് ഡീൽ ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റാഫും അതുപോലെ തന്നെ അവർ ഞാനില്ലെങ്കിലും സ്വന്തം കട പോലെയാണ് അവരത് നോക്കുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു ഇല്ലാത്ത സമയത്തും നമ്മുടെ സ്റ്റാഫ്സ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല അല്ല. അപ്പം ഞാനിപ്പോൾ സ്റ്റാഫിനോട് പറയുന്നൊരു കാര്യം, ഇപ്പം നമ്മുടെ കടയിലേക്കൊരു കസ്റ്റമർ വന്നു കഴിയും, അവർക്ക് നിങ്ങൾക്ക് എങ്ങനെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചിന്തിക്കുക. ആ ബെസ്റ്റ് സർവീസ് നമ്മൾ കൊടുത്താൽ അത് അവർ പിന്നെ നമ്മളെ തപ്പിൽ വരും ഇല്ലേ. നമുക്കിപ്പം ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ ഷാർജ മുവല്ലയിലാണ് നമ്മുടെ സലൂൺ ഉള്ളത്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഓഫ് കോഴ്സ് കോമ്പറ്റീറ്റേഴ്സ് വരണം. കോമ്പറ്റീറ്റേഴ്സ് വന്നാൽ മാത്രമേ നമ്മുടെ ഫീൽഡിലൊരു ഡെവലപ്മെൻറ്റ് വേഗരോ അത്ര. അതെ. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാഫ്സിനോട് പറയുന്നു, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ അതെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യാൻ ഏറ്റവും വലിയ ടൈമല്ല. ഞാൻ ഒരിക്കലും ഒരു കസ്റ്റമറെ നമ്മുടെ സലൂണിലേക്ക് വെൽക്കം ചെയ്യുന്നതോ അല്ലെങ്കിൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും വൺ ടൈം അല്ല. നമുക്ക് അവർക്ക് നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ വേണം. ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താ, നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ് ശരിയല്ലേ. ആ ക്വാളിറ്റി ഓഫ് സർവീസ് ഞങ്ങൾ തുടക്കം തൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന കോംപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസസിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ അതൊക്കെ ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർക്ക് അപ്പോൾ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ പ്രൈസോന്ന്, സോ ഹൗ വുഡ് യു സേ ദ പ്രൈസസ് ആർ സ്റ്റാൻഡേർഡ് പ്രൈസസിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണോ? അതെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമുക്ക് 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് മുവല്ല ബസ് സ്റ്റേഷൻ്റെ അടുത്ത്, ഒന്ന് സഫാരി മാളിൻ്റെ ഉള്ളിൽ. ഓഫ് കോഴ്സ് ഞാൻ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങി എന്നതിന് ശേഷം സെക്കൻഡ് ബ്രാഞ്ചസ് തുടങ്ങിയ സമയത്ത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചൊരു കാര്യം മാളിൽ ഡിഫറെൻറ്റ് റേറ്റ് ആണോ എന്നാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചത്. കാരണം കസ്റ്റമേഴ്സിനൊരു കൺസേൺ ഉണ്ടാവും, കാരണം ആളാണ് റേറ്റ് വ്യത്യാസം. പക്ഷെ നമ്മളപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുക അല്ലേ. നമുക്ക് അവർക്കൊരു റീസണബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് സർവീസസ് കൊടുക്കുക, അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഒരു മാർജിൻ ഉണ്ട്. ആ പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആകുമ്പം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ഉണ്ട്. നമ്മൾ സർവീസസിന് കൊടുക്കാൻ റേറ്റ് അതിലും കുറച്ച് നമുക്ക്, കാരണം ഇപ്പം ഈവൻ ചീപ്പ് പ്രൈസിൽ പോലും നമുക്ക് സർവീസസ് അവൈലബിൾ ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു മാർജിൻ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്തുള്ള പ്രോഡക്ട്സിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്കൊരു മാർജിൻ വെക്കണം. അപ്പം നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഒരിക്കലും, ഈവൻ നമ്മളൊരു ചീപ്പ് പ്രോഡക്ട്സ് എടുത്ത് യൂസ് ചെയ്തു നമുക്ക് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാമെന്നല്ലാണ്ട് അതൊരു വൺ ടൈം മാത്രമേ നടക്കുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് എപ്പോഴും ഞാൻ പ്രോഡക്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈവൻ 50 dirhams തൊട്ട് 5000 dirhams വരെയുള്ള, ഞാനൊരു റേഞ്ച് പറഞ്ഞതാണ്. 5000 dirhams മേളിൽ വരെയുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ഗിവൺ ട്രീറ്റ്മെൻറ്റ്സിന്. അതിൽ നമുക്ക് 50 dirhams ട്രീറ്റ്മെൻറ്റ്. ഈ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യു കീപ് അപ്ഗ്രേഡിങ് യുവർ സെൽഫ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പം അപ്പൂന് തന്നെ അറിയാലോ, ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പം അതിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നമ്മുടെ ഹിറ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് നമുക്ക് 100% ഓർഗാനിക് ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ്. അതിലെന്ന് പറഞ്ഞാൽ യാതൊരുവിധ സൈഡ് എഫക്ട്സ് ഇല്ല. ഈവൻ നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും കിഡ്സിനും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൾഫേറ്റ് ഫ്രീ ആൻഡ് സോൾട്ട് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം അതെന്ന് പറഞ്ഞിട്ട് അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ കസ്റ്റമർ ആയിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ, കാരണം നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് നടന്നൊരു കാലമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് എന്ന് പറയുന്നത് നമ്മുടെ മുടിനെ ഡെൻറ്റാക്കും, അതായത് കംപ്ലീറ്റ്ലി ഡാമേജ് ആണ്. അത് 100% കെമിക്കലാണ് സ്മൂത്തനിങ്. പക്ഷെ അതിന് ലാസ്റ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, കെമിക്കൽ ഫ്രീ ആണ്, അതായത് നമ്മുടെ മുടിനെ ഡാമേജ് ചെയ്യാനും പാടില്ല, എന്നാൽ നമുക്കൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വരുമോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരാളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പം ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റി. നമ്മളൊരു 3 years ബാക്ക് തൊട്ട് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്.
എപ്പോഴും സക്സസ്ഫുള്ളി ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു 7 to 8 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. ഓഫ് കോഴ്സ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കൊണ്ടാണല്ലോ. കാരണം അതിന് ലാസ്റ്റിംഗ് ഉണ്ട്. ഈവൻ നമ്മുടെ റൂട്ട്സ് ചെയ്യുന്ന പുതിയ ഹെയർ വരുമ്പം മാത്രമാണ് ആ റൂട്ട്സ് മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ട്രീറ്റ് ചെയ്യുന്ന നമുക്ക് ലാസ്റ്റ് ചെയ്തോളൂ. ഓക്കെ. സോ കൈൻഡ് ഓഫ് ലോങ് ടേം കിട്ടുന്നു. അതായത് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. അന്നല്ല 100% ഗ്യാരണ്ടി വെരി അത് യെസ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള കുറേ മിസ്കോൺസെപ്ഷൻസ് താങ്കളും കേട്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മുടെ ഹെയർ ഇങ്ങനെ ട്രിം ചെയ്താൽ ഇങ്ങനെ മോശമാണ്, പിന്നെ അത് കൂടാണ്ട് നമ്മൾ റെഗുലർലി ഷാംപൂ ചെയ്യണോ, ചിലതരം ട്രീറ്റ്മെൻറ്റ്സ് ചില കോക്കിയല്ല. സോ ഇഫ് ഐ ആസ്ക് യു വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? നമ്മൾ ഈ ഹെയർ ട്രിം ചെയ്യുന്നതും നമ്മൾ കെയർ ചെയ്യുന്നത്, കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പൊല്യൂഷൻ വി ആർ എക്സ്പോസ് ടു ഇറ്റ്. എത്ര നമ്മൾ പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ പോകുന്ന കുറച്ച് സമയത്ത് നമ്മൾ ഡയറക്റ്റ് എക്സ്പോഷർ ആവുന്നു. യെസ്. സോ എന്താണ് വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു പീപ്പിൾ? മെയിൻലി നമുക്ക് ഹെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ, അതായത് നമ്മൾ ഔട്ട് ഓഫ് കൺട്രി ഉള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ വാഷ് ചെയ്താൽ മതി എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല. അതൊരു തെറ്റായ കൺസെപ്റ്റാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇപ്പോൾ വീക്കിലി നമ്മൾ വൺസ് വാഷ് ചെയ്താൽ നമ്മുടെ അത്രയും മുടിയല്ലേ കൊഴിയുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആൾക്കാർക്ക്. പക്ഷേ ക്ലോറിൻ വാട്ടർ ആണല്ലോ ശരിയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡാൻഡ്രഫ്. നമ്മൾ ഈ അതായത് 1 വീക്കിലൊക്കെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ല ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സ്കാൽപ്പ് ഓട്ടോമാറ്റിക്കലി സ്വെറ്റ് ആവുകയാണ്. എക്സാക്ട്ലി. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന സ്വെറ്റിങ് വരുമ്പം നമുക്ക് ഡാൻഡ്രഫ് മെയിൻലി നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ഓയിലി ഡാൻഡ്രഫ് ഉണ്ട്, ഒന്നൊന്ന് ഡ്രൈ ഡാൻഡ്രഫും. യെസ്. അപ്പം ഈ നമ്മുടെ സ്വെറ്റിങ് വരുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡേർട്ടി ആകുമ്പം അത് ഡാൻഡ്രഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് വാഷ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡേർട്ടി ആയിട്ട് എന്താ പറയും, അത് ഡാൻഡ്രഫായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഡസ്റ്റും ഇതെല്ലാം കൂടെ കൂടിയിട്ടും ഡാൻഡ്രഫ് വരും. ഓക്കെ. അപ്പം മെയിൻലി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പറ്റുന്നവരെല്ലാവരും ഡെയിലി വാഷ് ചെയ്യുക. ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത മുടിയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞില്ല, ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഡെയിലി വാഷ് ചെയ്യുക. ഡെയിലി വാഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നങ്ങളും വരത്തില്ല. പക്ഷേ വാഷ് ചെയ്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞുള്ള ആഫ്റ്റർ കെയർ കംപ്ലീറ്റ് ഗൈഡൻസും അറ്റ് റെവൈ നമ്മൾ കൊടുക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വി ആർ വിത്ത് ദ കസ്റ്റമർ. യെസ്, ത്രൂ ദ ജേർണി. കാരണം നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ അടുത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ കസ്റ്റമർ പിന്നെ നമ്മുടെയാണ്. യെസ്. അവർക്ക് വരുന്ന ഓരോ സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അവരുടെ ആ റിസൾട്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് ശരിയല്ലേ? അതെ. നമ്മൾ അതിൻ്റെ തന്നെ സൾഫേറ്റ് ഫ്രീ ഷാമ്പും കണ്ടീഷണറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത കസ്റ്റമർ ഇപ്പോഴാണെങ്കിലും സൾഫേറ്റ് ഫ്രീ ഷാമ്പും കണ്ടീഷണർ ഉപയോഗിച്ച് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് നല്ല ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഇതിന് ശേഷം നല്ല ഗ്രോത്ത് അനുഭവപ്പെട്ടു. നല്ല ഗ്രോത്തിന് മാത്രമല്ല നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് മുടി കിടക്കും, വിച്ച് ഇസ് എ ഡ്രീം ഫോർ എനി വുമൻ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്കത് മുടി പൊക്കി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ സ്മൂത്തനിങ് ചെയ്തപ്പോൾ നമുക്കൊരു ഡെഡായിട്ട് മുടി ഇങ്ങനെ ഭയങ്കര ഒട്ടിക്കിടക്കൂലേ, അങ്ങനെ ഒരു ഫീലല്ല. ഒരു നാച്ചുറലി ഒരാളുടെ മുടി എങ്ങനെയാണോ സ്ട്രെയിറ്റ് അതുപോലെ കിടക്കും. ഓക്കെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ എന്നോട് ട്രിം ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചില്ലേ, നമ്മൾ മന്ത്ലി നമ്മൾ മുടി ട്രിം ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ ട്രിം ചെയ്യാതിരിക്കുമ്പോൾ സ്പ്ലിറ്റൻസ് വരും. ഈ സ്പ്ലിറ്റൻസ് വരുമ്പോൾ തന്നെ പിന്നെ ഹെയർ ഗ്രോത്ത് അവിടെ സ്റ്റണ്ടായി പോകും. യെസ്. എന്നാൽ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. സോ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കൺസേൺസ് ആണ്. പക്ഷേ ഒരുപാട് മിസ്കോൺസെപ്ഷൻസ് ഉള്ളതാണ്. കാരണം പല സലൂൺ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റെവൈ ലേഡി സലൂണിൻ്റെ മറ്റൊരു 2 ഹൈലൈറ്റ് സർവീസസ്, അതായത് നമ്മൾ അഭിമാന പുരസ്സരം വി ക്യാൻ സേ ദിസ് ഈസ് ആർ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് വുഡ് യു സജസ്റ്റ്? നമ്മുടെ എല്ലാ സർവീസസിനെയും നമ്മൾ അത്ര ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളത് ഡെലിവറി ഒരു റവൈ ടച്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു റവൈ മോഡിഫിക്. കാരണം ഞാൻ പറഞ്ഞത് നമ്മളൊരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാരണം ഞാൻ എങ്ങനെയാണോ ഒരു സലൂണിലേക്ക് ചെല്ലുന്നത് അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ആയിരിക്കുമല്ലോ ഒരു കസ്റ്റമർ വരുമ്പോൾ. അപ്പോൾ അവർ തരുന്ന സർവീസ്, അത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന സർവീസസിന് അവർ തരുന്ന ക്യാഷിന് നമ്മൾ അതിനുള്ള നമ്മൾ കൊടുക്കണം. യെസ്. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ കസ്റ്റമർ നമ്മുടെ അല്ല. ശരിയല്ലേ? അവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെ മാത്രം ചൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മുടെ കസ്റ്റമർ നമ്മളെ തേടി വരുമ്പോൾ അവർക്കുള്ള ബെസ്റ്റ് സർവീസസ് കൊടുക്കുക. നമ്മുടെ ബെസ്റ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ 100% ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ്.
അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനനുസരിച്ചിട്ട് നമുക്ക് 10+ മോർ ദാൻ 10+ ഫേഷ്യൽസ് അവൈലബിൾ ആണ്. അതിലെടുത്ത് പറയേണ്ടതാണ്, നമുക്ക് സ്കിൻ ടൈറ്റനിങ് ഉണ്ട്, പിന്നെ കൊറിയൻ റൈസ് ഫേഷ്യൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പല ബൺസ് മെട്രിക്സ് ഷെറിൽസ് ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫേഷ്യൽസ് അവൈലബിൾ ആണ്. പിന്നെ വേദിക് ലൈന്, ഷനാസ് ഒക്കെ കോമൺ ആണ്. എന്നാലും നമുക്ക് കുറേ അതായത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും. ഈവൻ ഫേഷ്യൽസ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മളത് പേഴ്സണലി നമ്മൾ ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമർക്ക്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ടീം കൺസിസ്റ്റ് ഓഫ് ഓൾ റൗണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവരെ എക്സ്ക്ലൂസീവ് ഇത് മാത്രമല്ല, വെരി ഗുഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ്. യെസ്, അതിപ്പോൾ മോർ ദാൻ നമുക്കിപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും പെഡിക്യൂർ മാനിക്യൂർ സെക്ഷൻ ആണെങ്കിലും ഈവൻ വാക്സിൻ സെക്ഷൻ ആണെങ്കിലും നമ്മുടെ എല്ലാ സ്റ്റാഫ്സും ഒരു മോർ ദാൻ 10 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അല്ലെങ്കിൽ മിനിമം ഒരു 5 years എങ്കിലും, ഇപ്പോൾ പെഡിക്യൂർ മാനിക്യൂർ സെക്ഷൻ എടുത്താൽ ഒരു 5 years ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുന്നത്. ഓക്കെ, ഇനിയും ഞാൻ ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ബ്രൈഡ്സിന് യു മെയ്ഡ് ദെയർ വെഡിങ് ഡേ മച്ച് മോർ മാജിക്കൽ വിത്ത് യുവർ മേക്കപ്പ് ആൻഡ് ഫാഷൻ ഷോസിനും ഒരുപാട് മോഡൽസിനെ അവർ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, അതിനെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. നമ്മളെല്ലാവരും വി ആർ ഓൾ യൂണീക്ക് ഇൻ അവർ ഓൺ വേസ്. അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്ത് ആ രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന ടീം മെമ്പേഴ്സാണ് താങ്കളുടേത്. സോ അതിൽ നമ്മൾ ഹൗ ഡു വി ഗോ അബൌട്ട് വിത്ത്? കാരണം ഓരോരുത്തർക്കും ഓരോ ഡ്രീമാണ്, ഓരോ ആശയങ്ങളാണ്. പക്ഷേ ആസ് എക്സ്പേർട്സ് നിങ്ങൾക്കറിയാം ചിലപ്പം ഇതായിരിക്കില്ല അതായിരിക്കും അവർക്ക് സൂട്ടബിൾ. സോ അതിനെപ്പറ്റി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാമോ? അതായത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ചിലപ്പം ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഇന്നത് എനിക്ക് ചേരുമോ ടു ആഡ് ഓൺ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻ പാകിസ്ഥാനി ബ്രൈഡ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ്, ആൻഡ് പാകിസ്ഥാനി ബ്രൈഡ്സ് തോ കൂടുതലും ഇവിടെ കൂടാതെ ഉनको थोड़ा ज़्यादा एनहांसमेंट चाहिए എന്നൊക്കെ പറയുന്ന പോലെ വോയിസ് അതിനെ പറ്റി ഒന്ന് പറയാം. ഓക്കെ, അപ്പം ഞാനത് പാകിസ്ഥാൻ മീൻസ് ഹിന്ദിയിൽ സംസാരിക്കണോ? हिंदी में बताएं. हाँ जी, हमारा है ना वो जो मोस्टली है ना पाकिस्तानी ब्राइड्स, तो क्योंकि है ना इंडियंस तो इधर तो इतना तो शादी नहीं करती, अगर शादी करती है तो वो कोर्ट से बस करती है. तो जो ओकेजन्स जो शादी वो जो रिसेप्शन जैसा इधर मोस्टली करती है वो जो पाकिस्तानी स्टाफ्स करती है, मीन्स कस्टमर्स तो करती हैं. तो पाकिस्तानी ब्राइड्स का ना उसका हेवी मेकअप चाहिए. बिल्कुल हमारा जो नॉर्मल जैसा नहीं है, उसका मेकअप तो बहुत अलग है. मीन्स उसने थोड़ा दिखने वाला बहुत हेवी मेकअप चाहिए. तो पहले उसने तो ना हमको बताएगा ये मेकअप जो चाहिए. और हेयर स्टाइलिंग के बारे में नॉर्मली कुछ कस्टमर्स को एक वो जो होगा उसको एक डिसीजन होगा, हमारा स्टाइलिंग तो ऐसा चाहिए, हेयर तो ऐसा चाहिए. उसने तो पहले हमको जो सारा कुछ सेंड करके उसने एक डिसाइड करके रखे हैं. कुछ कस्टमर्स को हमने खुद से सजेस्ट करते हैं आपका फेस के लिए ये अच्छा नहीं लगेगा, बहुत ये तो अच्छा लगेगा, जैसा हम भी सजेस्ट करती है. बट बाय थैंक गॉड अभी तक सब कुछ ठीक चल रही है. वो मेकअप बहुत खुश है बिकॉज वो एक दिन वापस नहीं मिलेगी. यस, दैट इज वंस इन अ लाइफ टाइम. यस, एंड इट्स वेरी फिल्ड विद स्पेशल मोमेंट्स, जैसे आप जानते हो. तो वो आपने अब तक तो आई थिंक हंड्रेड्स ऑफ ब्राइड्स इन अ वेरी शॉर्ट जर्नी. एक्चुअली है ना हम तो अभी तो ना इसमें हम थोड़ा इन्वॉल्व हो गया. मीन्स ब्राइड्स तो ना हमारा जो ब्राइड्स है ना वो उसका हैप्पीनेस देख के हम भी ज़्यादा हैप्पी हो गया. ओके, तो इसमें हम फोकस कर रही हैं. हमारा जो नेक्स्ट फोकस भी जो ना ब्राइड्स में है, जो हमारा स्टाफ्स भी उसमें बहुत टैलेंटेड है उसमें मेकअप में, तो हम इसमें कॉन्सेंट्रेट कर रहे हैं. ओके, और बहुत अच्छा रिस्पॉन्स भी मिलता है. यस, रेस्पॉन्सेस तो वो जो ना वही तो मैंने बताया, रेस्पॉन्सेस तो हमको सेटिस्फाई कर रही है. वो हमारे लिए एक मोटिवेशन है. मीन्स कस्टमर्स वो जो responses are making us happy and that's the motivation we are getting. ऐसे अच्छे कॉम्प्लीमेंट्स तो हमें और आगे बढ़ने के लिए वो एक तरीके से हिम्मत देते हैं ना. Yes, of चलिए, now if I would like to ask you, there are so many challenges. We talked about it initially. So you said family support, team support, yes. But as an individual, we are women. We get emotionally, hampered sometimes. It goes like a roller coaster ride. Life तो एक roller coaster ride है, like you know. So what keeps Maria Cherian motivated? What keeps me motivating, എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നമുക്കുള്ള ഒരു ടാലൻ്റ് എന്താണെന്ന് നമ്മളെപ്പോഴെങ്കിലും ലൈഫിൽ തിരിച്ചറിയും. മീൻസ് നമ്മളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ് വഴിയാണ്. നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് പോലും മനസ്സിലാവത്തില്ല അല്ലേ. ആ ചലഞ്ചസ് ഓവർകം ചെയ്ത് തന്നെയാണ് ശരിക്കും നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ വൺസ് നമ്മൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ
ബാക്കി എന്തിനേയും നമുക്ക് നേരിടാൻ പറ്റും. പിന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്ന ആ സപ്പോർട്ട്, ഒരു സെൽഫ് ഡിസ്കവറി പ്ലസ് ദ ഡിവൈൻ ഇൻ്റർവെൻഷൻ എത്ര. യെസ് ഓഫ് കോഴ്സ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്ന ഒരു, എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് അതിനകത്ത് ഒബ്ജെക്ഷൻസ് ഉണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഹാപ്പി ആണെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എന്താ പറയുക, ഞാനൊരു മീൻസ് ഡള്ളായിട്ടിരിക്കുകയാണ്, ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ ഫാമിലി, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ കസ്റ്റമേഴ്സ്, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ സ്റ്റാഫ്സ്, ഇവർ ഒരിക്കലും എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ വൺസ് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ എൻ്റെ ചുറ്റുമുള്ള സ്പേസ്, അത് എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ, അവരെ ഹാപ്പി ആക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് മോട്ടിവേറ്റഡ് ആയിരിക്കണം, അല്ലേ? അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി, അത് എനിക്ക് തരുന്ന ഹാപ്പിനെസ്, അതേ എനിക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്ലി സെഡ്. പിന്നെ ഇഫ് ഐ ആസ്ക് യു, റവായ് ലേഡീസ് സലൂൺ ഇപ്പോൾ 2 ബ്രാഞ്ചസായി. ഒരുപാട് ഓൺടർപ്രിനേഴ്സ് പറയും ലോകമെമ്പാടും ഞങ്ങൾ അങ്ങ് വളർന്ന് പന്തലിക്കും, അങ്ങനെ പല സ്വപ്നങ്ങളാണ് അല്ലേ. ആൾക്കാർ പലതരമാണ്, ഓൺടർപ്രിനേഴ്സ് പലതരമാണ്. ഇഫ് ഐ ആസ്ക് യു വാട്ട് ഈസ് യുവർ ഡ്രീം, താങ്കൾ ഡെസ്റ്റിനി ഇൻസിഡൻസസിലൂടെ ഈ ഒരു ജേർണിയിൽ എത്തി ഓൺടർപ്രിനറായിട്ട് ഓക്കെ ഐ ആം കേപ്പബിൾ എന്ന് റിയലൈസ് ചെയ്ത് ചാലഞ്ചസ് എന്തുമായി അതൊരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്യും. സോ യു ബിലീവ് ഇൻ ദാറ്റ്. ഓക്കെ, അപ്പം ഇപ്പോൾ താങ്കൾക്ക് ഒരു നെക്സ്റ്റ് ബ്രാഞ്ചിനേക്കാളും ഈ 2 ബ്രാഞ്ചസിനെ ഒരു യു ഹാവ് എ ഡ്രീം ലെവൽ അല്ലേ, അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പയനത്തിലാണോ? എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം സെക്കൻഡ് ബ്രാഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റ് ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ സെക്കൻഡ് ബ്രാഞ്ചിലോട്ട് ഞാൻ എപ്പോഴാണ് എത്തി, ആരും മൊത്തം ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇനിയൊരു ബ്രാഞ്ച് ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ബ്രാഞ്ച് സക്സസ്ഫുള്ളി എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെക്കൻഡ് ബ്രാഞ്ചിനെ പറ്റി ചിന്തിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ പാഷൻ നമുക്ക് സക്സസ് ആവുമ്പോഴേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ മൈൻഡിലൊരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഐ ഷുഡ് റീച്ച് ഹിയർ. യെസ്, അടുത്ത്. അതെ. കാരണം നമുക്ക് ഇപ്പോൾ റവായ് സലൂണ് സെക്കൻഡ് 2 ബ്രാഞ്ചസ് ഉണ്ട്. ആ 2 ബ്രാഞ്ചസിന് ചുറ്റുമുള്ള കസ്റ്റമേഴ്സ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് റവായ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ആ ഏരിയയിൽ സക്സസ്ഫുൾ ആവൂ, അല്ലേ? ഞാൻ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ചുറ്റുമുള്ള എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും റവായ് ഇമ്പോർട്ടൻ്റ് ആവണം. യെസ്. അപ്പോൾ ആ ഒരു സേഫ് സോൺ എത്തിക്കഴിയുമ്പോൾ ഇത് നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ വലിയൊരു ഘടകമാണ് സ്റ്റാഫ്. സോ ഇവരായിട്ട് താങ്കളുടെ അടുത്തേക്ക് എത്തിയതായിരുന്നോ അത് ബിക്കോസ് ഐ തിങ്ക് യു ആർ എ വെരി പോസിറ്റീവ് പേഴ്സൺ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ പറയില്ലേ പ്രോപ്പർ ഞാൻ എൻ്റെ പാതി ചെയ്യും ബാക്കി ദൈവം ചെയ്യും എന്നൊരു വിശ്വാസമുള്ളൊരു വ്യക്തിയും കൂടെയാണ്. സോ അതിലങ്ങനെ സംഭവിച്ചതാണോ? കാരണം താങ്കൾ പറഞ്ഞ പോലെ അലോൺ വി കൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ ആസ് എ ടീം വി കൻ ഡു സോ മച്ച് ആൻഡ് ദിസ് ടീം is doing fantabulous in the market. Thank you. So God bless. അപ്പോൾ അതിലേക്ക് എങ്ങനെയായിരുന്നു ഒന്ന് in a short nutshell? സ്റ്റാഫ്സിനെ സംബന്ധിച്ച് പറയും, സ്റ്റാഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഫീൽഡിൽ അതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ബിക്കോസ് ദേ ബിക്കം ദ ഫേസ് ഓഫ് റവായ്. കാരണം ഇൻ ഫ്രണ്ട് ഓഫ് എവറി കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും ഒരു വ്യക്തിയല്ല 24 hours റവായിലുള്ളത്. എക്സാക്ട്ലി. എൻ്റെ സ്റ്റാഫ്സ് ആണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതും കസ്റ്റമേഴ്സിന് സർവീസസ് കൊടുക്കുന്നതും എല്ലാം എൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ അവരെത്രത്തോളം അപ്രോച്ചബിൾ ആണ്, എത്രത്തോളം കമ്മിറ്റഡ് ആണ് അവരുടെ വർക്കിൽ, അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ എല്ലാ സർവീസസും. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്റ്റാഫിൻ്റെ സെലക്ഷനിൽ ഞാൻ പറഞ്ഞ 100% സ്മൂത്ത് ആയിരുന്നു എന്ന് ചോദിച്ചാൽ 100% സ്മൂത്ത് ആയിരുന്നില്ല. ഇപ്പോൾ അറിയാലോ, ഓഫ് കോഴ്സ് നമുക്ക് വരുന്ന നമ്മൾ ഇൻ്റർവ്യൂസ് എടുത്ത് സ്റ്റാഫ്സിനെ സെലക്ട് ചെയ്തു, അതിൽ നമുക്ക് കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള സ്റ്റാഫ്സ്, അതെനിക്ക് ദൈവമായിട്ട് കൊണ്ട് തന്ന സ്റ്റാഫ്. കാരണം ഞാൻ ഒരിക്കലും എന്താ പറയുക, നമ്മളൊരു ഇൻ്റർവ്യൂ മീൻസ് നമ്മളൊരു എന്താ പറയുക ഒരു പൂൾ ഓഫ് ഇൻ്റർവ്യൂ വെച്ചിട്ടൊന്നും സെലക്ട് ചെയ്ത ആൾക്കാരല്ല, എൻ്റെ അടുത്തേക്ക് വന്ന ആൾക്കാരാണ്. ആ ആൾക്കാരിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, പിന്നെ അവർ എനിക്ക് തരുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ല. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്താൽ ആ റെസ്പെക്റ്റ് അവർ നമുക്ക് തിരിച്ചു തരാത്ത, നമ്മളൊരാൾക്കൊരു വാല്യൂ കൊടുത്താൽ, അതിപ്പോൾ നമ്മുടെ സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരാണെങ്കിലും
ഇപ്പം ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കണം, ഒരു റെസ്പെക്ട് You give that wisdom and you take it back. യെസ് ഓഫ് കോഴ്സ്. ആ ഒരു റെസ്പെക്റ്റീവ് ഇപ്പോൾ എൻ്റെ സ്റ്റാഫിനാണെങ്കിൽ പോലും നമ്മൾ ആ റെസ്പെക്റ്റും വാല്യൂം കൊടുത്താൽ മാത്രമേ അവർ നമുക്കത് തിരിച്ചു തരുള്ളൂ. Absolutely. What you give, you take. അതന്നെയാണ് നമ്മുടെ അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Now, ഒരുപാട് ലേഡീസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്ലൈമാക്സ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ. Miss Maria Cherian is not just a daughter, not just a daughter-in-law, not just a wife, not just a mother, or just an entrepreneur. ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് താങ്കൾ. How do you manage all of this? അതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എന്ന് തന്നെ പറയണം. എല്ലാവരെയും പോലെ തന്നെ നമുക്കുണ്ട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ മൂടിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കത് സഫർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതെല്ലാം നമുക്ക് ദൈവമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു 50% ബാക്കിയെല്ലാം ദൈവത്തിൻ്റെതാണ്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എപ്പോഴും ഉണ്ടാവും എല്ലാത്തിലും അല്ലേ? അതിൽ വിശ്വസിച്ച് നമ്മൾ, കാരണം നമുക്കുള്ള 100% നമ്മൾ കൊടുക്കുക. അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും, ഫാമിലിയിലാണെങ്കിലും, കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഒരമ്മ എന്ന നിലയ്ക്ക് ഒരു കൊച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ സലൂണിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമുക്കുള്ള ടാലൻസ് നമ്മൾ എക്സ്പോസ് ചെയ്താൽ ബാക്കിയെല്ലാം ദൈവം നോക്കിച്ചോ. Wow. That's very humble, by the way. എനിക്ക് തോന്നുന്നു അതാണ് താങ്കളെ ഈ ഒരു ജേർണിയിൽ ദാറ്റ് കീപ്സ് യു ഗോയിങ് അല്ലേ? ഓൾ റൈറ്റ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇനിയും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സർവീസസ് ലോഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? നമുക്കൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ടിൽ നൗ നമ്മൾ പ്ലാൻസ് ഒരുപാടുണ്ട്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. കമ്മിങ് സൂൺ അല്ലേ? ഓക്കെ, സോ വളരെ ചുരുക്കം സമയം കൊണ്ട് താങ്കൾ, എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂ കാണുന്ന ആർക്കും മനസ്സിലാവും യു ആർ എ വെരി ട്രാൻസ്പെറൻറ്റ് പേഴ്സൺ. കാരണം നമ്മൾ അൺസങ് ഹീറോസ് എന്നൊക്കെ പറയുന്നത്, നമ്മളെ നോട്ട് ഓൾ ഹീറോസ് വെയർ കീപ്. സോ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ലൈഫ് ജേർണിയിൽ വി ഫേസ് ത്രൂ എ ലോട്ട് ആൻഡ് വി ഓവർകം എ ലോട്ട് ആൻഡ് നമ്മൾ സ്റ്റിൽ ഗോയിങ് അഹെഡ് അല്ലേ? മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ താങ്കളുടെ ഇതിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റവരുടെ ലൈഫിൽ നോക്കാൻ നേരമില്ല, മറ്റവരെ ചൊറിയാനോ കിറുബാനോ ഒന്നും നേരമില്ല. ഞാൻ എൻ്റെ കാര്യവുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അപ്പു ലൈഫിൽ ചെയ്യാനായി. അതെ, കാരണം നമ്മുടെ ടാലൻസ് ടൈം ഇസ് ടിക്കിങ്. യെസ്, നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ഒരിക്കലും ഇല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. അപ്പം എനിക്ക് എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുള്ള ടാലൻസ് അത് നമുക്ക് വേണ്ടിയിട്ട് ആരും കൊണ്ടുതരില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പം എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ലായിരിക്കും, പക്ഷേ നമുക്ക് വൺസ് ആ ഒരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടാലൻറ്റ് നമ്മൾ ആർക്കും വേണ്ടിയിട്ട് കളയാതിരിക്കും. ആൻഡ് നോബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം us. അത് നമ്മുടെ സ്വന്തമാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ഇത് നമ്മുടെ സ്വന്തം. പിന്നെ നമ്മൾ നേടിയ എഡ്യൂക്കേഷൻ, തീർച്ചയായും നമ്മൾ എന്താണോ ഡെലിവറി ചെയ്യുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അതിപ്പോൾ നല്ലതാണെങ്കിലും ചെയ്ത് നമ്മൾ നല്ലത് ഡെലിവറി ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്, അത്ര തന്നെ. ഓൾ റൈറ്റ്, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ, വെരി ഇൻസ്പയറിങ്. താങ്കളുടെ ഈ ഒരു സ്റ്റൈൽ, ഡു യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്? യു ആർ എ വെരി സ്റ്റൈലിഷ് പേഴ്സൺ ഇൻ യുവർ ഓൺ. യെസ്, അത് സ്വന്തമേ ചെയ്യുന്നതാണോ? അങ്ങനെ യെസ്, സ്വയമേ തോന്നുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട ആക്സസറീസ് ചെറുപ്പം തൊട്ട് നമുക്കൊരു എന്താ പറയുക, ഇപ്പം എൻ്റെ മോളാണെങ്കിലും ആ ഒരു അവൾക്കിപ്പോൾ തന്നെ ഉണ്ട്, അവൾക്കൊരു ഫാഷൻ സെൻസ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്, നമ്മൾ പിന്നെ അവര് വേറെ ലെവലവര്. അവരമ്മയായിരുന്നോ അതോ പപ്പയായിരുന്നോ കൂടുതൽ കട്ട സപ്പോർട്ട് എപ്പോഴും കുട്ടിക്കാലത്തേക്ക്? എൻ്റെ ലൈഫിൽ എൻ്റെ ഡാഡിയാണ്. എന്ന് വെച്ചാൽ മമ്മി സപ്പോർട്ട് അല്ലായിരുന്നു എന്നല്ല, എനിക്ക് മമ്മിയും സപ്പോർട്ടായിരുന്നു, ഡാഡിയും സപ്പോർട്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നത് എപ്പോഴും എൻ്റെ ഡാഡി തന്നെയാണ്. ഓക്കെ, സോ എനിവേസ് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. കാരണം പേരൻസ് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഡോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാഡീസ് ഏഞ്ചൽസ് ആണ്. ആൻഡ് ഹീസ് ആർ എവർഗ്രീൻ ഹീറോ അല്ലേ? അച്ഛന് പകരം അച്ഛന് മാത്രമാണ് ഫാദർ എന്ന് പറയുമ്പോൾ. സോ നൗ ഇഫ് ഐ ആസ്ക് യു, നമ്മൾ ഡ്രീമിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ജേർണിയുടെ കാര്യം പറഞ്ഞു, എല്ലാം തന്നെ പറഞ്ഞു. Now my final question to you would be, if I ask you, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് പല മൂഡാണ്, താങ്കൾ പറഞ്ഞതുപോലെ. ചിലപ്പോൾ ഏറ്റവും ചടപ്പുള്ള ഒരു മൂഡാന്ന് വെച്ചോളൂ, അതായത് ഒന്നും ചെയ്യാൻ തോന്നാത്ത സമയത്ത് ഹൗ ഡു യു പുഷ് യുവർസെൽഫ്? നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ലൈഫിൽ. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും. നമ്മൾ സ്വയമേ തോളത്തിലടിയോ എഴുന്നേറ്റ് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേറ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ കാരണം നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരും നമ്മുടെ ലൈഫിൽ ഒന്നും ചെയ്തു തരത്തില്ല, നമ്മൾ ചെയ്താൽ മാത്രമേ. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ട്രോമാസിലൂടെയാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഏറ്റവും ചിരിച്ച മുഖത്തിൻ്റെ പിന്നിൽ എത്ര സ്റ്റോറീസ് ഉണ്ട്. യെസ്, അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്പേസ്,
നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് അത് വേറെ ആർക്കും കൊണ്ടുതരാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഹാപ്പിനെസ്സിലാണെങ്കിലും നമ്മുടെ മൂഡ് ഓഫിലാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആർക്കും ആ സ്പേസ് നമുക്ക് തരാൻ പറ്റത്തില്ല. സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നെങ്കിൽ സെൽഫ്ലെസ് ലവ് എത്ര ഇമ്പോർട്ടൻറ്റോ അതുപോലെ സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാം തന്നെ ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കണം. അല്ല അധികമായാൽ അമൃതവും വിഷമാണല്ലോ അല്ലേ. സോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായി നമ്മളുമായിട്ട് പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. കീപ് റോക്കിംഗ് ആൻഡ് ഡിയർ കസ്റ്റമേഴ്സ്, ടു നോ ദ റിയൽ മാജിക് ഓഫ് റവായ് യു ഷുഡ് വിസിറ്റ് മറിയാസ് റവായ് ലേഡീസ് സലൂൺ. 2 branches ആണുള്ളത്. So what are you waiting for? So we'll be back with more fun. Till then, stay tuned. Thank you so much, dear. താങ്ക് യു.